അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഉസ്താദ് ഗ്രൂപ്പിൽ ഇപ്പോൾ CSC സംവിധാനത്തിന്റെ സംഭവം പറഞ്ഞപ്പോഴേ ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഫിത്തന പറയണ്ടല്ലോ വെച്ചിട്ട് എന്താ സംഭവിച്ചാൽ ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായി CSCയുടെ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ മെമ്പറായ ആളാണ്. നിലവിൽ CSCൻ്റെ സെനറ്റിലും നിലവിലെ മെമ്പറുമാണ്. കാരണം ഞാൻ ജോലി ചെയ്യുന്നിടത്തൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം സെനറ്റിലുണ്ടായിരുന്നു, ഇപ്പോൾ സിൻഡിക്കേറ്റിലും സെനറ്റിലുണ്ടായിരുന്നു. ഇപ്പോൾ സെനറ്റിൽ മാത്രമേ ഉള്ളൂ, ജനറൽ ബോഡിയിൽ. അപ്പോൾ മാനേജ്മെൻറ്റ് വർക്ക്ഷോപ്പുകൾ, മാനേജ്മെൻറ്റ് മീറ്റുകൾ, ജനറൽ ബോഡികൾ, അങ്ങനത്തെ പല പരിപാടികളിലും 2015 മുതൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ സംസ്ഥാനമായിട്ടുള്ള ഈ പ്രശ്നം ഫസ്റ്റ് വിവാഹപ്രായത്തിൻ്റെ വിഷയം മുതൽ അവിടെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ തുടർന്ന് വരുന്ന ആ സമയം മുതൽ തന്നെ ഇത് ഹക്കീം മാത്രമായിരുന്നു. ഹക്കീം നിലപാടുകൾക്കെതിരെ വന്ന ഒരു വിഷയങ്ങളായിരുന്നു. കാരണം പല മീറ്റിങ്ങുകളിലും പാണക്കാട് തങ്ങന്മാരനെ പോലും അധ്യക്ഷനാക്കിയിട്ട് അധ്യക്ഷൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ഈ ഹക്കീം സദസ്സ് പിടിച്ചെടുത്ത സംഭവങ്ങളൊക്കെ ഞാനൊക്കെ ലൈവായിട്ട് കണ്ടതാണ്. ഉദാഹരണത്തിന് ജിഫ്രി തങ്ങളെ സ്ഥാനത്ത് നിന്ന് മാറ്റിയ തീരുമാനം പാങ്ങ ക്യാമ്പസിലെ വെച്ച് നടന്നപ്പോൾ പല ആളുകളും അവിടെ നിന്ന് ചോദ്യം ചെയ്തു. അതിനെതിരൊക്കെ മുട്ടുകളെ മക്കളെ മുഷ്ടി കൊണ്ട് മാത്രം തരണം ചെയ്തതാണ് അതൊക്കെ. ഭരണഘടന മാറ്റി എഴുതിയത്, ജിഫ്രി തങ്ങളെ മാറ്റിയത് ഒക്കെ മുട്ടുകളെ ഒറ്റക്കുള്ള പവർ കൊണ്ട് ചെയ്തതാണ്. സദസ്സ് എതിരായിട്ട് പോലും. പക്ഷേ പിന്നീട് സദസ്സൊക്കെ അവർക്ക് അനുകൂലമാക്കാൻ അവർ സിൻഡിക്കേറ്റ് സംവിധാനം പൊളിച്ചെഴുതി. സിൻഡിക്കേറ്റിലുള്ള പ്രതികളെ മുഴുവൻ കുറക്കാൻ വേണ്ടി അവർ പുതിയ സംവിധാനം CRC തലങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് സിൻഡിക്കേറ്റിലെ ആളെ തിരഞ്ഞെടുത്ത് അവരെ ആളുകളിനെ മാത്രം വോട്ടിങ്ങിലൂടെ കൊണ്ടുവന്ന് സിൻഡിക്കേറ്റ് പൂർണ്ണമായി അവർക്ക് അനുകൂലമാക്കി മാറ്റി. അതൊക്കെ ഇയാളെ കളിയായിരുന്നു, പൈസൻ്റെ കളിയായിരുന്നു. അങ്ങനെ സിൻഡിക്കേറ്റ് അവരുടെ കയ്യിൽ 100% അവരുടെ കയ്യിൽ മാത്രം ആക്കിയതിൻ്റെ ശേഷം അതിൽ വെച്ച് പാസ്സാക്കുന്ന കാര്യങ്ങൾ സെനറ്റിൽ കൊണ്ടുവരാമെന്ന് മാത്രമായി പിന്നീടുള്ള കാര്യങ്ങൾ. അത് പിന്നെ പൂർണ്ണമായിട്ടുണ്ട് പാസ്സാവും. കാരണം ഈ കോളേജുകളിലെ മാനേജ്മെൻറ്റ് മീറ്റിലും രക്ഷിതാക്കളുടെ യോഗത്തിലൊക്കെ ഈ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ ഹക്കീം പ്രസംഗിച്ചിരുന്നുണ്ട്. ഇത് എനിക്കെതിരെയുള്ളതല്ല, ഇത് പാണക്കാട് തങ്ങന്മാർക്കെതിരെയുള്ളതാണ്. അങ്ങനെ ഒരു അജണ്ട അയാൾ കുളിച്ചു കിടത്തി. കാരണം നമ്മളൊക്കെ പലവട്ടം കേട്ടിട്ടുള്ളതാണ്. എല്ലാ യോഗത്തിലും അയാൾ പറഞ്ഞിരുന്നു, നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെതിരെയല്ല കേട്ടോ, ഇതൊരു കേവലം ഹക്കീം ഫൈസിക്കെതിരെയല്ല കേട്ടോ, ഇത് നമ്മുടെ പാണക്കാട്ടെ തങ്ങന്മാർക്കെതിരെയുള്ളതാണ്. എന്നാൽ സാദിഖലി തങ്ങളെ മുഷാവറ മെമ്പറായിട്ട് എടുക്കില്ല എന്നുള്ള വിവാദം ഉണ്ടായ സമയത്ത് അന്ന് നടന്നൊരു മീറ്റിങ്ങിൽ മുഷാവറ മെമ്പർ ആവാൻ എന്താ, സാദിഖലി തങ്ങൾക്ക് പ്രായമായിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സാദിഖലി തങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ സമദാനി സാഹിബിൻ്റെ ഇലക്ഷൻ നടക്കുന്ന അന്നൊക്കെ സെക്രട്ടറി അല്ല, എന്നാലും എന്താണ് പറയുക, ജിഫ്രി തങ്ങളെ അധിക്ഷേപിച്ച തങ്ങളുണ്ടല്ലോ, മീൻ വിഷയം പറഞ്ഞിട്ട് PSM തങ്ങൾ അങ്ങനെയൊക്കെ സമദാനി സാഹിബിന് വേണ്ടി എന്നവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ പറയലുണ്ടായി. ഏത് മാനേജ്മെൻറ്റ് ഹിറ്റിൽ ഡോക്ടർ വേഗം ഇറങ്ങിപ്പോയി. അങ്ങനത്തെ വിഷയങ്ങളിൽ ഈ രക്ഷിതാക്കളിലും ഈ മാനേജ്മെൻറ്റ് പ്രതിനിധികളിലും ഒക്കെ ഇടയിൽ സമസ്ത ലീഗിനെതിരാണെന്നും സമസ്ത പാണക്കാട് തങ്ങന്മാർക്കെതിരാണെന്നും വരുത്തി തീർത്തതിൽ അവർ വാഫികൾ വിജയിച്ചു. അതായത് CSC ഈ ഉസ്താദും ടീമും വിജയിച്ചു. അതിൻ്റെ എഫക്റ്റാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വാഫി പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവിനോട് ചോദിച്ചാൽ അവർക്ക് അനുകൂലമായിട്ട് തന്നെ പറയുള്ളൂ. അത് സംസ്ഥക്കാരനാണെങ്കിലും അത് അങ്ങനെ പറയും. കാരണം ഈ ഹക്കീം ഫൈസി ഉസ്താദിനൊരു ഭയങ്കര ഒരു പവറുണ്ട്. കാരണം വെച്ചാൽ ആളുകളെ പൊട്ടിച്ചിരുത്താനും സംസാരിക്കാനും അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട്. അത് നമ്മുടെ ഉസ്താദന്മാർ മനസ്സിലാക്കാതെ പോയതാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം. വളാഞ്ചേരി മർക്കസിൽ കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ്. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർത്തുപോയി. 2015 മുതൽ CSC നടന്ന പല സംഭവങ്ങളുടെയും ഒക്കെ സാക്ഷി അനുഭവമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് അതൊരു വെറുതെ ഇരിക്കണം, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ, വീണ്ടും ഇങ്ങനെ പറയണ്ടല്ലോ. അപ്പോൾ ഉസ്താദ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വോയിസ് അയച്ചെന്നുള്ളൂ. അസ്സലാമു അലൈക്കും.